കോഴഞ്ചേരിയിൽ 16 വയസ്സുകാരനെ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിച്ചു എന്നൊരു വാർത്ത വരുന്നു. കാപ്പ കേസ് പ്രതിയും യുവമോർച്ച നേതാവുമായ റോഷൻ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്ന വിവരങ്ങളുമായി. ഷിജോ, വിശദാംശങ്ങൾ. പ്രജിൻ ദിൽന, ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് പത്തനംതിട്ട കോഴഞ്ചേരി ബ്ലോക്ക് വടിക്ക് സമീപം, പബ്ലിക് റോഡിന് സമീപം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ കാപ്പ കേസിൽ ശിക്ഷിക്കപ്പെട്ടത് പ്രതിയും അതുപോലെ തന്നെ യുവമോർച്ചയുടെ നേതാവുമായിട്ടുള്ള റോഷനാണ് 16 വയസ്സുകാരനായിട്ടുള്ള ഒരു പയ്യനെ വാഹനം തടഞ്ഞു നിർത്തി ക്രൂരമായിട്ട് മർദ്ദിച്ചത്. ഈ 16 വയസ്സുകാരനും ബന്ധുവും വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന റോഷൻ സഞ്ചരിച്ച കാറ് മുമ്പിൽ കൊണ്ടിട്ട് തടസ്സം സൃഷ്ടിക്കുകയും ഇത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ 16 വയസ്സുകാരനെ റോഷൻ ക്രൂരമായിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. ദണ്ട് പോലത്തെ ഒരു വടി ഉപയോഗിച്ചുകൊണ്ട് റോഷൻ ഈ പറയുന്ന 16 വയസ്സുകാരന്റെ മുഖത്തൊക്കെ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ എഫ്ഐആറിൽ പറയുന്നുണ്ട്. ഒഴിഞ്ഞു മാറിയതിനാൽ ജീവഹാനി സംഭവിച്ചില്ല എന്നും എഫ്ഐആറിൽ പറയുന്നതിൽ സംഭവത്തിൽ ഈ പറയുന്ന റോഷനെതിരെ പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം ആറന്മുള പോലീസ് കേസെടുത്തിട്ടുണ്ട്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ കാപ്പ കേസിൽ ശിക്ഷ അനുഭവിച്ചതിന്റെ കാലാവധി കഴിഞ്ഞ ആൾ കൂടിയാണ് ഇപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ട റോഷൻ എന്ന് പറയുന്ന ആൾ. ഇയാൾക്കെതിരെ കാപ്പ അടക്കമുള്ള മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്നും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. ശരി, ഷിജോ കുര്യനാണ് പത്തനംതിട്ട വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.